ഇതാരാ? ആരാ അത്? ആരാ എന്റെ കണ്ണ് പൊത്തിയെന്ന്? ഇത് മീനാക്ഷിയാണ്. പക്ഷേ മീനാക്ഷിയാണെന്ന് അറിയാതെ അവളെ പറ്റിക്കാം. ആരാണെന്ന് പറയൂ, എനിക്കെന്റെ കണ്ണ് വേദനിക്കുന്നു. ഇവളെ ഇപ്പം വയലന്റ് ആക്കാൻ വേറൊരു വഴിയുണ്ട്. എന്താ മൈഥിലി ഇത്? മീനാക്ഷി കണ്ടാ തെറ്റിദ്ധരിക്കില്ലേ? മൈഥിലിയോ? അപ്പൊ നിങ്ങളുടെ മനസ്സിൽ ഇപ്പോഴും നെറിയിട്ടവളുണ്ടല്ലേ? ആ നമ്പർ പ്രയോഗിച്ചാലേ നീ പിടിവിടൂ. അതുകൊണ്ടാ ഞാനതങ്ങ് തട്ടിവിട്ടത്. അവളുടെ പേര് പോലും കേൾക്കുന്ന എനിക്ക് ഇഷ്ടമല്ല. ആ, എന്നാലേ ഇനി മുതൽ നമുക്ക് അവളെ എം എന്ന കോഡ് ലാംഗ്വേജിൽ വിളിക്കാം. ആ, അത് മതി. ശ്രീമതി എം. ശ്രീമതി പോലും വേണ്ട. അവളതിന് ശ്രീമതി ഒന്നും അല്ലല്ലോ. പതുക്കെ. ആരെങ്കിലും ചിരികേട്ട് ഇങ്ങോട്ട് വന്നാലേ മഹാനാണക്കേടാ. കോഫി. കരവുകൾ കരളിലെ വേദനയിൽ പെയ്തു. എന്തെങ്ങനെ നോക്കുന്നെ? നിന്റെ നീല കണ്ണുകളിൽ ഇപ്പോ എനിക്ക് എന്നെ കാണാം. നമ്മളെ അകറ്റി നിർത്താൻ ആർക്കാ പറ്റിയ എന്റെ മീനാക്ഷി? അയ്യോ, വേണ്ട വേണ്ട വേണ്ട. ഇനി അതൊക്കെ കല്യാണം കഴിഞ്ഞിട്ട് മതി. ഇഷ്ടമായി അത്രമേൽ എന്താടി നീ ഇങ്ങനെ എന്റെ അടുത്ത് തന്നെ ചുറ്റിക്കറങ്ങുന്നത്? ഒന്നുമില്ല. അവൾക്ക് നിന്നെ കൊണ്ട് എന്തെങ്കിലും കാര്യങ്ങൾ സാധിക്കാനുണ്ടാവും. മിനിങ്ങി മിനിങ്ങി കൂടെ കൂടുമ്പോഴേ അതറിയാൻ പാടില്ലേ രോഹിണി, എന്തോ കാര്യമുണ്ടെന്ന്. ഞാൻ അങ്ങനൊന്നും അല്ലെന്ന് എന്റെ മേമയ്ക്കറിയാം. പിന്നെ ഇവക്കിപ്പോ എന്നെ കൊണ്ട് ഒരു കാര്യവും നേടാനില്ല ഏട്ടാ. ഇവള് ചെമ്പകമംഗലത്തെ കോടീശ്വരിയും സൗഭാഗ്യവതിയും അല്ലേ? ഓ, നേരത്തെ കുറച്ച് ഏഷണിയൊക്കെ ഉണ്ടായിരുന്നു അല്ലേ ചേച്ചി? അയ്യോ, അതിപ്പ ഇല്ല. ഇപ്പൊ നല്ല കുട്ടിയാ, നിഷ്കളങ്ക ജന്മം. ആട്ടിൻ തോലണിഞ്ഞ് നടക്കുന്ന ചെന്നായാണോ എന്ന് അവസരം വരുമ്പോഴല്ലേ അറിയൂ. അച്ഛാ ഒന്ന് പോച്ചാ. ഞാൻ മേമയുടെ അടുത്ത് ഇങ്ങനെ നിൽക്കുന്നതേ കല്യാണമൊക്കെ കഴിഞ്ഞ് മേമ പോകുമല്ലോ എന്ന് ആലോചിച്ചുള്ള സങ്കടത്തില. മേമ പോകുന്ന ഓർത്തിട്ട് എനിക്ക് സഹിക്കാൻ പറ്റുന്നില്ല. പിന്നെ എനിക്ക് പോവാതിരിക്കാൻ പറ്റൂടി? എന്റെ ജോലി നീ പോയി ചെയ്യൂ. അതില്ല. ആ, ആശീർവാദത്തിനുള്ള മുഹൂർത്തമായി അല്ലേ നന്ദിനി? ആ, മുഹൂർത്തമായി. എന്നാ പിന്നെ കാർത്തിയെ മീനാക്ഷിയും വിളിക്ക്. പറഞ്ഞിട്ടുണ്ട്. ഇപ്പൊ ഇങ്ങി വരും ചെറിയമ്മേ. അല്ലമ്മേ, ദക്ഷിണ കൊടുക്കല് മാത്രമേ ഉള്ളൂ? കുട്ടികളോട് മുതിർന്നവരെല്ലാം ദക്ഷിണ വാങ്ങിക്കുന്നു. അപ്പോ അവർക്ക് കൊടുക്കാനുള്ളതങ്ങ് കൊടുത്തേക്കണം. എന്നിട്ട് ആശീർവദിക്കുക. അങ്ങനെ പോരെ രോഹിണി? അതെ, അങ്ങനെ തന്നെയാ ചടങ്ങ്.
ആചാരങ്ങളിൽ ആവശ്യമുള്ളിടത്ത് നമുക്ക് തിരുത്തൽ വരുത്താം, അത് നല്ലതാണെങ്കിൽ. ദേ വന്നല്ലോ വധൂവരന്മാര്. ആ വാ. മോളെ സാവിത്രി, ആ എന്താ ചേ? ഇതുവരെ ആ രാമഭദ്രൻ വന്നില്ലേ? കാർത്തിക്കിൽ നിന്ന് ദക്ഷിണ വാങ്ങാൻ അവന്റെ അച്ഛൻ വേണ്ടേ? മാത്രമല്ല മീനാക്ഷിയുടെ അമ്മാവനല്ലേ അയാൾ? വന്നില്ല അച്ഛാ. നമുക്കിപ്പോ ഒരു കാര്യം ചെയ്യാം. ഏറ്റവും മുതിർന്നവർക്ക് ദക്ഷിണ കൊടുത്ത് ഇവർ അനുഗ്രഹം വാങ്ങട്ടെ. ആ, ബാക്കിയുള്ളവർക്ക് നാളെ അമ്പലത്തിൽ വെച്ചാകാം. രണ്ടുപേരും വെറ്റിലയും പാക്കും വെള്ളിരൂപയും കൊടുത്ത് അച്ഛന്റെ അമ്മയുടെ മേമ്മയുടെ അനുഗ്രഹം വാങ്ങിക്കും. വാച്ച മുത്തശ്ശ, ആ, നന്നായി വരും. ഈശ്വര രക്ഷിക്കണേ. നന്നായി വരും. മോളെ തന്നോളൂ. ആ രോഹിണി, സ്വർണങ്ങൾ ഇപ്പൊ തന്നെ കൊടുത്തേക്കട്ടെ. കൊടുക്കണം. ആ. ഇനി അതിനൊന്നും സമയം ഉണ്ടാവില്ല. ആ ഇത് രണ്ടുപേർക്കും കൂടി ഉള്ളതാ. മുത്തശ്ശിയുടെയും മുത്തശ്ശന്റെയും സമ്മാനം. 100 പവനിലധികം സ്വർണങ്ങളുണ്ട്. പരമ്പരാഗത സ്വർണങ്ങളാ. ദാ. വാ. മോളിങ്ങി വാ. ഇത് മേമയുടെ സമ്മാനം. വാ മോനെ. രണ്ടു പേർക്കുള്ള മേമയുടെ സമ്മാനം. അനാഥാലയത്തിൽ വളർന്ന എനിക്ക് എവിടുന്ന ഇതിന് മാത്രം സ്വർണ്ണെന്ന് ചിലർ ചോദിച്ചേക്കാം. ഇതെല്ലാം ഈ നിൽക്കുന്ന അമ്മ പലപ്പോഴായിട്ട് എനിക്ക് തന്നതാ. ഇതെല്ലാം ഞാൻ എന്റെ മകൾക്ക് തരുന്നു. മീനാക്ഷി, മേടിച്ചോ. അതെ, എന്റെ രാമഭദ്രൻ ഭർത്താവ് കൂടി ഇങ്ങോട്ട് വന്നോട്ടെ. എന്നിട്ട് സാവിത്രി അമ്മയുടെ സമ്മാനങ്ങളെല്ലാം തരാം. എന്നെ ഇവിടെ കല്യാണം കഴിച്ചുകൊണ്ട് വന്നപ്പോൾ എനിക്കിതുപോലെയൊന്നും കിട്ടിയില്ലല്ലോ. ജനിക്കണമെങ്കിലേ ഇവളെ പോലെ ജനിക്കണം. ദൈവം ഇവളുടെ തലയിലെഴുത്ത് എഴുതിയതേ സ്വർണ്ണ പേന കൊണ്ടായിരിക്കും.
എന്താടി മാമ്പഴത്തോട്ടത്തിൽ കേറിയ കാട്ടുകുരങ്ങനെ പോലെ നീ അന്തം വിട്ട് നോക്കുന്നത്? ഹോ, ആ വൈശാഖുമായിട്ട് ചേർന്ന് ഇതെല്ലാം തട്ടിക്കൊണ്ടു പോകാനുള്ള പദ്ധതി ഇട്ടത്. കൊണ്ടുവന്നത് മാത്രമേ കൊണ്ടുപോകാൻ പറ്റിയുള്ളൂ. അതാണെങ്കി അവളും അവനും കൂടെ പുട്ടടിച്ച് തീർക്കുകയും ചെയ്തു. കൈവിട്ടുപോയ സൗഭാഗ്യവും നഷ്ടപ്പെട്ടുപോയ നല്ല ജീവിതം ഓർത്ത് നിനക്ക് കുറ്റബോധം ഉണ്ടാവും. നീ കരയിപ്പിച്ചത് നിഷ്കളങ്കനായ ഒരു ചെറുപ്പക്കാരനെയാ. എറിഞ്ഞു നോവിച്ചത് ഒരു പാവം പെൺകുട്ടിയാ. തകർത്ത് കളഞ്ഞത് ഒരു തറവാടിന്റെ അഭിമാനമാ. ഇതിനൊന്നിനും കണക്ക് പറയിപ്പിക്കാതെയും കരയിപ്പിക്കാതെയും ദൈവം നിന്നെ വിടില്ല. വിശ്വസിക്കുന്നവരെ ചതിക്കുമ്പോ ഒന്നോർക്കണം, കാലം അതിലും വലിയ കെണി നിനക്കായിട്ട് ഒരുക്കി വെച്ചിട്ടുണ്ടെന്ന്. അനന്തരാവകാശികൾക്ക് എല്ലാം കൊടുക്കണമെന്നൊന്നും നിർബന്ധമില്ല. അനന്തരാവകാശികളാണെങ്കിലും അവര് അർഹതയുള്ളവർ തന്നെയായിരിക്കണം. നീ പറഞ്ഞതെനിക്ക് മനസ്സിലായി. സ്വഭാവ ഗുണം. നമ്മുടെ കുട്ടികളെല്ലാം ദൈവം അനുഗ്രഹിച്ച് സൽസ്വഭാവികൾ തന്നെയാ. പിന്നെ ജഗദീഷിന്റെ മക്കളെ കുറിച്ചൊന്നും പറയാറായിട്ടില്ല. അവര് വളർന്നു വരുന്നല്ലേ ഉള്ളൂ അമ്മേ. എന്തൊക്കെ പറഞ്ഞാലും അവര് ചെമ്പകമംഗലത്തെ കുട്ടികളല്ലേ. ജഗദീഷിന്റെ സ്വഭാവ ഗുണം അവർക്ക് കാണാതിരിക്കും. ആ, അതുണ്ടാവും. പക്ഷേ പ്രസവിച്ചത് മാലതിയല്ലേ. ജഗദീഷിന്റെയും കാർത്തിയുടെയും കല്യാണങ്ങളിലാ നമുക്ക് ബുദ്ധിമോശം സംഭവിച്ചത് അല്ലേ? അതെ, മാലതിയെ പിന്നെ നമുക്ക് വിറപ്പിച്ചു നിർത്താം. പക്ഷേ മൈഥിലി ഇങ്ങനെ ഒരു നെറികെട്ടവള്, ഈ തറവാട്ടില് ഇത്രയും ദുഷ്പേര് കേൾപ്പിച്ചവള് വേറെ ഇല്ല. നമുക്ക് ചേരാത്തതൊക്കെ താനെ പുറത്തേക്ക് പൊയ്ക്കോളും ചേച്ചി. എന്തായാലും അവളിപ്പോ നമ്മുടെ മരുമകളൊന്നും അല്ലല്ലോ. അതെ, പരദേവത കാത്തതാ. അല്ലെങ്കിലേ എനിക്കൊരു വലിയ മണ്ടത്തരം പറ്റുമായിരുന്നു രോഹിണി. എന്താ ചേച്ചി? അവള് ഗർഭിണിയായ സമയത്ത് തറവാട്ടിലേക്ക് പുതിയൊരു അതിഥി വരികയല്ലേ എന്ന സന്തോഷത്തിൽ ഞാനേ തലമുറകളായി കൈമാറി വന്ന ചെമ്പകമംഗലത്തിന്റെ ആ നിധിയില്ലേ, അത് ഞാൻ മൈഥിലിക്ക് എടുത്തു കൊടുക്കുമായിരുന്നു. മൈ ഗോഡ്, ആ പരമ്പരാഗത വാളോ? അതെ, അത് അവളുടെ കയ്യിലെങ്ങാനും കിട്ടിയിരുന്നെങ്കിലേ അതും കൊണ്ട് അവൾ ഈ രാജ്യം വിട്ടേനെ. ആ, അതില് എത്ര കിലോ സ്വർണം ഉണ്ടെന്ന് അറിയാമോ? എത്ര കോടി രൂപ വില വരുമെന്ന് നമ്മൾ ചിന്തിച്ചിട്ടുണ്ടോ? എനിക്കത് തന്നില്ലെങ്കിലും ഞാനത് പൊക്കും. എത്ര കോടികളുണ്ടെങ്കിലും നമ്മൾ അതിന്റെ ഒന്ന് അഹങ്കാരം കാണിക്കാതെ ജീവിക്കുക. ഇപ്പോഴും ഒരാർഭാടം പോലും നമ്മൾ ഈ വീട്ടിൽ കാണിക്കുന്നില്ല. വേണമെങ്കിൽ ഈ പഴയ തറവാട് ഇടിച്ചു പൊളിച്ച് നമുക്കിവിടെ ഒരു കൊട്ടാരം പണിയായിരുന്നു. ഏയ്, അതൊന്നും വേണ്ട ചേച്ചി. നമുക്ക് മുന്നേ ഇവിടുന്ന് കടന്നുപോയവരുടെ കാൽപ്പാടുകൾ പതിഞ്ഞു കിടക്കുന്ന മണ്ണാണിത്. അവരുടെ ഓർമ്മകളിലും കൂടിയാണ് നമ്മളിവിടെ ജീവിക്കുന്നത്, അല്ലേ നന്ദിനി? അതെ, ആ പരമ്പരാഗത വാളിന്റെ കാര്യത്തില് വിഡിത്തം ഒന്നും പറ്റരുത്. അതിനെ ആർക്കാ? അതിന് സംശയം എന്താ? അത് നമ്മുടെ മീനാക്ഷിക്കുള്ളത് തന്നെയാ. അതിന്റെ അവകാശം
അവകാശി വൈക മോള. വൈകെ പ്രസവിച്ച ഞാൻ ആ വാളിങ്ങെടുക്കും. ഒരു കൊട്ടാരം പണിത് ഞാൻ അവിടെ ജീവിക്കും. ആ ചേച്ചി, ആ വാള് ഭദ്രമായിട്ട് സൂക്ഷിക്കണേ. അത് സ്വർണമാണെന്ന് പുറത്താരെങ്കിലും അറിഞ്ഞ കള്ളന്മാര് കൊണ്ടുപോകും കേട്ടോ. ആ ഒരു കള്ളനും കൊണ്ടുപോവില്ല. അത് ഇരിക്കുന്ന സ്ഥലമേ എനിക്ക് ഈ നന്ദിനിക്ക് മാത്രമേ അറിയൂ. അറയ്ക്കകത്താ അത് വച്ചിരിക്കുന്നത്. അറയ്ക്കകത്ത്. ഈ കല്യാണത്തോടെ ഞാനത് മീനാക്ഷിക്ക് കൈമാറും. കാർത്തി പോലീസ് ഓഫീസറല്ലേ, അവനത് ലോക്കറിൽ സൂക്ഷിച്ചോളൂ. മൈഥിലി. ആ മൈഥിലി, നീ ഉറങ്ങിയോടാ? ഇല്ല. നീ ഇപ്പൊ എവിടെന്നാ വിളിക്കുന്നേ? ഞാൻ ചെമ്പകമംഗലത്തുനിന്ന്. എന്ത്? അല്ല എടീ, നീ എനിക്ക് ഫോൺ ചെയ്യുന്നത് ആരെങ്കിലും കാണുകയോ കേൾക്കുകയോ ചെയ്താലോ? പിന്നെ ഞാനത്ര പൊട്ടിയല്ലേ. എടാ, ഈ പരിസരത്ത് ആരുമില്ലെന്ന് ഉറപ്പാക്കിയിട്ടാ ഞാൻ ഫോൺ ചെയ്യുന്നേ. സൂക്ഷിക്കണേ, അവിടെ എല്ലാവരും സ്പൈകളാ. ഞാൻ സൂക്ഷിച്ചോളാം. ഇത്രയും കാലം ഞാനും നീയും തമ്മിലുള്ള അഡ്ജസ്റ്റ്മെന്റ് ഒന്നും ആരും കണ്ടുപിടിച്ചില്ലല്ലോ. അതുപോലെ ഇനി മുന്നോട്ട് പോവാൻ എനിക്കറിയാം. ശരി, നീ വിളിച്ച കാര്യം പറ. എടാ, നാളെ മുതല് ഇവിടെ പുറത്ത് മെഹന്തിയും കല്യാണമേളവും തുടങ്ങുക. ഈ തക്കത്തിന് നമുക്ക് ആ സ്വർണ്ണവാള് കൈക്കലാക്കണം. അല്ല, ആ വാൾ എവിടെ ഇരിക്കുന്നത് നീ കണ്ടുപിടിച്ചോ? കൃത്യമായി കണ്ടുപിടിച്ചിട്ടില്ല, പക്ഷേ ഒരു ഊഹം കിട്ടിയിട്ടുണ്ട്. അത് എവിടെ ഇരിക്കുന്നെന്ന് മനസ്സിലാക്കി വെക്കി. ഞാൻ നാളെ ആരും കാണാതെ ചെമ്പകമംഗലത്ത് വന്നിരിക്കും. എടാ, വളരെ സൂക്ഷിക്കണേ. അതൊന്നും നീ എന്നെ പഠിപ്പിക്കണ്ട. നീ ഫോൺ വെക്കി, നമുക്ക് നാളെ കാണാം. ആ ശരി. അല്ല, എന്റെ അനുജത്തിയെ കണ്ടില്ലല്ലോ നിങ്ങളുടെ മേമ. ആ, ചെറിയമ്മയ്ക്ക് രാവിലെ പ്രാർത്ഥനയും കാര്യങ്ങളൊക്കെ ഉണ്ട്. അതൊക്കെ കഴിഞ്ഞേ വരുള്ളൂ. എന്നാലേ ആ തക്കത്തിന് നമുക്ക് ഡാൻസ് പ്രാക്ടീസ് ചെയ്താലോ? ആ, ദേ മേമ വന്നല്ലോ. ആ മോളെ, പെണ്ണിന്റെ അച്ഛനും കൊച്ചച്ഛനും ഒക്കെ അണിഞ്ഞൊരുങ്ങിയാണല്ലോ നിൽക്കുന്നത്. പിന്നെ ഞങ്ങളായിട്ട് എന്തിനാ കുറയ്ക്കുന്നത്? അല്ലടാ മോനെ. അതെ, തറവാട്ടിലെ പെണ്ണുങ്ങളെല്ലാം പച്ചത്തുമ്പികളെ പോലെ ഇങ്ങനെ പാറിപ്പറന്ന് നടക്കുമ്പോ ഞാനും വലിയൊരു പിന്നെ എന്തിനാ കുറയ്ക്കുന്നത്? അതെ, ഇപ്പോഴും ഒരു പൈങ്കിളി ലൈനാണല്ലോടാ. ഇവനോ? ഇവൻ കഴുകനാ ചെറിയമ്മേ. ആ, അപ്പോ മെഹന്തി തുടങ്ങാല്ലേ? ആ
രോഹിണി എൻട്രി ചെയ്യാത്തത് കൊണ്ട് ഇവരെല്ലാവരും ഇങ്ങനെ താങ്ങി തൂങ്ങി നിൽക്കുകയാണ്. എല്ലാവരോടുമായിട്ട് എനിക്കൊരു കാര്യം പറയാനുണ്ട്.